ഓപ്പറേഷൻ കഴിഞ്ഞാൽ നമ്മുടെ അമ്മ കണ്ണു തുറക്കും അല്ലേ ഏട്ടാ? കണ്ണ് തുറക്കും. എന്നിട്ട് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എന്നെ വഴക്ക് പറയാനും തുടങ്ങും. പുസ്തകം എടുത്തു വെച്ച് പഠിക്കണേന്ന് പറഞ്ഞ് നിന്നെയും വഴക്ക് പറയും. അമ്മ കണ്ണു തുറക്കുന്നതോടെ നമ്മുടെ വീട് പഴയ വീട് പോലെ ആവും മോളെ. അനസ്തറ്റിസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണത്രേ. അയാൾ വന്ന ഉടനെ അമ്മയെ തിയേറ്ററിലേക്ക് മാറ്റുമെന്നാ ഡോക്ടർ പറഞ്ഞ. പ്രിയൻ, പാർവതി എന്താ വരാത്തത്? വിളിച്ചു നോക്കണോ? വേണ്ട കൈലാഷ്, കണ്ണടച്ച് കിടക്കുന്ന അമ്മയെ കാണാനല്ല, 2 കാലിൽ എഴുന്നേറ്റ് നടക്കുന്ന അമ്മയെ കാണാൻ വരാന്ന അവൾ എന്നോട് പറഞ്ഞിരിക്കുന്നത്. എവിടെയെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഒരുപാട് പേര് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിലൊരാളുടെ പ്രാർത്ഥനയെങ്കിലും ദൈവം കേൾക്കും. അല്ലേ കൈലാഷ് സർ? എന്റെ കൂട്ടുകാരിക്ക് മുറിവ് പറ്റി തെമ്മാടികളുടെ കയ്യിലെ കത്തി കൊണ്ടതാ. ഇപ്പോ എന്റെ കാലില് കുപ്പിച്ചില് കുത്തിക്കയറി കാല് നിലത്ത് കുത്താൻ പറ്റുന്നില്ല. വേദന സഹിച്ച് ഞാൻ ഈ വെള്ളം ഇവിടെ എത്തിച്ചത്. തിരുമേനി, എന്നെയും മീരയും ചോറ്റാനിക്കര ദേവിക്ക് ഇഷ്ടല്ലേ? അതുകൊണ്ടാണോ ഞങ്ങളിങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? കുട്ടി, ആ തെമ്മാടികളുടെ കാര്യം പറഞ്ഞില്ലേ? അവർ നിങ്ങളെ വഴിതെറ്റിച്ച് ഈ ഒഴിഞ്ഞ സ്ഥലത്ത് എത്തിച്ച് എന്തിനാ? നിന്റെ കോരവളി അറിഞ്ഞ് ഞാൻ ഇവിടെ കുഴിച്ചു മൂടും, പറഞ്ഞേക്കാം. ഞങ്ങളോട് വഷളത്തരം കാണിക്കാനാണെന്നാ ഞാൻ ആദ്യം കരുതിയത്. പക്ഷെ അല്ല, ഞങ്ങളെ കൊല്ലുകയായിരുന്നു അവരുടെ ഉദ്ദേശം. നിങ്ങൾക്ക് അങ്ങനെ ഒരു യോഗം ഉണ്ടായിരുന്നിരിക്കണം. കഴുത്ത് മുറിയേണ്ട സ്ഥാനത്ത് കാല് മുറിഞ്ഞു. കണ്ണിൽ കൊള്ളേണ്ടത് ദേവി പുരികത്ത് കൊള്ളിച്ചു. അങ്ങനെ വിശ്വസിച്ചാ മതി. പക്ഷെ തിരുമേനി, ദേവിക്ക് ഞങ്ങളോട് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് അനങ്ങാൻ കഴിയാത്ത രീതിയിൽ ദേവി ഞങ്ങളെ ഇവിടെ തളച്ചിടുമായിരുന്നോ? ദേവി നിങ്ങളെ ഇവിടെ തളച്ചിട്ടെന്നോ? അഭിഷേകം ചെയ്യാൻ 101 കുടം വെള്ളം വേണ്ടേ? 4 കുടമേ ആയിട്ടുള്ളൂ. ഈ കാലം വെച്ച് 101 കുടം വെള്ളം എത്തിക്കുമ്പോഴേക്കും രാത്രിയാവും. ചോറ്റാനിക്കരയിൽ പോവാൻ ആ സമയത്ത് വാഹനം കിട്ടുമോ? ദേവി ഞങ്ങളെ ഇവിടെ തളച്ചിടാൻ തന്നെ ഇത് ചെയ്തത്. ഞങ്ങൾ ദേവിയെ കാണാൻ പോകുന്നത് ദേവിക്ക് ഇഷ്ടമല്ല. പാർവതി, അധികം ലോകപരിചയമൊന്നുമില്ലാത്ത 2 പെൺകുട്ടികൾ, കൂട്ടിനും ആരുമില്ല. നിങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാതിരിക്കാനായിരിക്കും ദേവി നിങ്ങളെ ഇവിടെ പിടിച്ചു നിർത്തിയത്. അങ്ങനെ ഒന്ന് ചിന്തിച്ചൂടെ? ഞങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ നിങ്ങൾ പോകുന്നത്
ചോറ്റാനിക്കരയിലേക്കാണെന്ന് ആ തെമ്മാടികൾക്കറിയില്ലേ? നിങ്ങളെ കൊല്ലുകയാണ് അവരുടെ ഉദ്ദേശം എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇവിടെ വെച്ച് പരാജയപ്പെട്ടതുകൊണ്ട് നിങ്ങളെ അന്വേഷിച്ച് അവിടെ എത്തിയാലോ? ചേച്ചി, അവരെ പേടിച്ച് നിങ്ങൾക്ക് അവിടെ നിന്നും ഓടേണ്ടി വരും. പ്രാർത്ഥിക്കാനോ മനസ്സിലുള്ളത് ദേവിയോട് പറയാനോ നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. ഒരിക്കൽ കൂടി ഈ പരിസരത്ത് അന്വേഷിച്ചിട്ട് അവര് ചോറ്റാനിക്കരയിലേക്ക് പോകും. വരട്ടെ, അപ്പൊ നോക്കാം. ചേച്ചി പറഞ്ഞത് ശരിയാ. ഞങ്ങൾ അന്വേഷിച്ച് അവര് അവിടെ എത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പോഴും ചോറ്റാനിക്കര ദേവിയെ കണ്ടു തൊഴാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. മനസ്സിലുള്ളത് ദേവിയോട് പറയാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. എന്റെ നിബന്ധന തെറ്റിച്ചതിന് പ്രായശ്ചിത്തമായി ഞാൻ ആവശ്യപ്പെട്ടതുപോലെ നിങ്ങൾ എനിക്ക് നൽകിയ സമ്മാനമാണ് ഈ വിഗ്രഹം. നിങ്ങൾക്ക് തന്ന വാക്ക് ഞാൻ പാലിക്കും. ചോറ്റാനിക്കര ദേവിയുടെ മുന്നിൽ നിന്ന് തൊഴാനുള്ള ഭാഗ്യം ഞാൻ നിങ്ങൾക്കുണ്ടാക്കി തരും. അതുപോരെ? കാലിലെ വേദന ഞാൻ കാര്യാക്കുന്നില്ല. കഴിയുന്ന അത്രയും വേഗം അഭിഷേകം പൂർത്തിയാക്കാനുള്ള വെള്ളം ഞാൻ എത്തിച്ചേരാം. ഐഗിരി നന്ദിനി നന്ദിതമേദിനി വിശ്വവിനോദിനി നന്ദിനുദേ ഗിരിവര വിന്ധ്യ ശിരോധിനി വാസിനി വിഷ്ണു വിലാസിനി ജിഷ്ണുനുദേ. അനസ്തേഷ്യ ഡോക്ടർ ഇപ്പൊ വരും. പേഷ്യന്റിന്റെ തലമുടി എടുക്കാനുള്ള ആളും ഇപ്പൊ എത്തും. എവിടെയാണ് നിന്റെ കൂട്ടുകാരി? നിങ്ങളെ ഞങ്ങൾ എവിടെയൊക്കെ തെരഞ്ഞെന്നറിയാവോ? നിന്റെ ഫോട്ടോ സംഘടിപ്പിച്ച് മട്ടാഞ്ചേരിയിലുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തു. ചോറ്റാനിക്കര ദേവി ക്ഷേത്രവും പരിസരവും അവര് മുഴുവനും അരിച്ചു പറക്കി. നിങ്ങൾ അവിടെ എത്തിയില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞപ്പോഴാ ഈ ഏരിയ ഒന്നുകൂടി അരിച്ചു പെറുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. ഞങ്ങളുടെ കാൽക്കുലേഷൻ തെറ്റിയില്ല. നിന്റെ കൂട്ടുകാരി നിന്റെ കൂടെ ഇല്ലാത്തതേ അവളുടെ ആയുസിന്റെ ബലം. അവളുടെ ജീവൻ ഞങ്ങൾക്ക് വേണ്ട, നിന്റെ ജീവൻ മതി. എല്ലാരും ഒന്ന് പുറത്തിറങ്ങി നിൽക്കൂ.